തത്വമസി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ന്യൂ ബാൻഡ് ഫോം ചെയ്തു. അപ്പോൾ അതിൽ ഞങ്ങൾ ഒരുപാട് സോങ്സ്, ഇപ്പോൾ നമുക്ക് മലയാളത്തിൽ ഒരുപാട് ഗാനങ്ങളുണ്ട്, ഹിന്ദിയിൽ ഗാനങ്ങളുണ്ട്. അപ്പം ഫസ്റ്റ് കവർ സോങ് ആയിട്ട് ഒരു സിംഗിളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചപ്പോഴും ഏത് പാട്ട് എടുക്കും ഇതിലെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി എന്ത് തരത്തിലുള്ള, ഇപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് അനുരാഗം എന്ന് പറഞ്ഞൊരു സോങ് ചെയ്തു. അതിന് മുന്നേ അയ്യയ്യ എന്ന് പറഞ്ഞ വേറൊരു സോങ് ഹിന്ദിയിൽ. അപ്പോൾ ഇതിലൊക്കെ ചെയ്തപ്പോൾ അവർ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു ക്ലാസിക്കൽ ഒരു സ്റ്റൈൽ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഒരുപാട് ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇത് തുടങ്ങുമ്പോൾ ഒരു ക്ലാസിക്കൽ കുറച്ച് ടച്ചുള്ള നമ്മുടെ ഒരു കൾച്ചർ ഉൾപ്പെടുന്ന ഒരു ഗാനമായി കൂടെ എന്ന്. അങ്ങനെ ഡിസ്കഷൻസിൽ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് കരുണ ചെയ്യുവാൻ എന്ന് എന്ത് താമസം കൃഷ്ണ എന്ന് പറഞ്ഞ ഗാനം മനസ്സിലേക്ക് വന്നത്. അങ്ങനെ അത് പാടി വരുമ്പോൾ അതിൻ്റെ ആ ഒരു തനതായ ഭംഗി കളയാതെ അതിൻ്റെ ആ ഒരു ശൈലിയിൽ തന്നെ കുറച്ച് അതിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റൽ ആൻഡ് ഒരു ഓർക്കസ്ട്രേഷൻ കുറച്ചൊന്ന് ഡിഫറെൻറ്റ് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അത് ഭംഗിയുണ്ടാവും എന്നുള്ള രീതിയിൽ അതെടുത്തു. അപ്പോൾ ഈ ഗാനം അത് പാടുമ്പോൾ അത് ഒരു നോർമൽ ഒരു കൃതി പോലെ പാടാം. ബട്ട് എന്താണ് ഇതിൻ്റെ ഒരു തീമായിട്ട് എടുക്കാൻ പറ്റുന്നത് പെട്ടെന്ന് വന്നതാണ് മനസ്സിലേക്ക് ഒരു സ്റ്റോറി പോലെ. പണ്ട് നമ്മൾ മഹാഭാരതത്തിൽ എല്ലാവർക്കും പരിചയമുള്ള ഒരു ചാപ്റ്ററാണ് പാഞ്ചാലി അനുഭവിച്ച ആ ഒരു അവസ്ഥ. അപ്പം അത് തികച്ചും കൃഷ്ണനോടുള്ള ഒരു യാചനയാണ്. ഒരു സമൂഹത്തിൽ നടക്കുന്ന ഇന്നും പാഞ്ചാലി അനുഭവിച്ച അന്ന് ഏതോ ഒരു കാലഘട്ടം അന്ന് അനുഭവിച്ചത് തന്നെ ഇന്നും സ്ത്രീകളുടെ അവസ്ഥ അതുപോലെ തന്നെയാണെന്നുള്ളത് നമ്മൾ ഓരോ പ്രാവശ്യം ഒരു ബോധവൽക്കരണം ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടായിട്ടില്ല. പണ്ട് പല ഡിസീസിനും അത് കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, ക്യാൻസർ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ചിന്താഗതി മാറ്റുക എന്നുള്ളതാണ്. ഇതിന് നമുക്കൊരു വലിയ ക്യൂറിൻ്റെ ആവശ്യമില്ല, ഒരു മരുന്ന് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഇത് ഒരു ബോധവൽക്കരണത്തിലൂടെ മാറ്റിയെടുക്കാവുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ആപ്റ്റായിട്ട് തോന്നിയ ഒരു ഗാനം, ഈ ഒരു കോൺസെപ്റ്റിന് തോന്നിയത് കരുണ ചെയ്യുവാൻ എന്ന് പറഞ്ഞ ഗാനമാണ്. ഇത് തീർച്ചയായിട്ടും ഒരു റിലീജിയസ് ആംഗിളിൽ എടുത്തതല്ല. അത് എല്ലാവർക്കും ആദ്യമായിട്ട് ഒരു ചിത്രീകരണം വരുമ്പോഴത്തേക്ക് പാഞ്ചാലി വസ്ത്രാക്ഷേപം എന്ന് പറയുന്ന ആ ചാപ്റ്റർ എല്ലാവർക്കും അറിയാം. അത് ഒരു അവസ്ഥയാണ് തീർച്ചയായിട്ടും. അപ്പം എന്തുകൊണ്ടും ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ആ ഫുൾ സോങ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ഒരുപാട് പ്രൊട്ടസ്റ്റും ഒരുപാട് കാര്യങ്ങളും നമ്മൾ ഡൽഹി റേപ്പ് കേസിന് ശേഷം പിന്നെ കേരളത്തിലും എല്ലായിടത്തും ഇതുപോലെ ഡെയിലി ഇങ്ങനത്തെ ഓരോ പീഡനങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാത്തിരിക്കുകയാണ്. അല്ല, ഇത് തീർച്ചയായിട്ടും ഞാൻ ഒരു സുപ്രീം പവറിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അത് ഏത് മതത്തിലാണെന്നുള്ളതല്ല, എല്ലാ ബുക്സും വായിക്കുക, അപ്പം എല്ലാ മതത്തിലും വിശ്വസിക്കുക, ആ ഒരു പവറിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ അത് ഇപ്പോഴും ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിൽ, ആ ഒരു ഹോപ്പിൽ. അപ്പം നമ്മളെ എന്നും ആ ഒരു പവർ കാത്തു സൂക്ഷിക്കും, അതിൻ്റെ ഒരു വിശ്വാസത്തിലാണ് മുന്നോട്ട് നീങ്ങുന്നത്. അപ്പം ഇതുപോലെ ഈ ഒരു ഗാനം പ്രാക്ടീസ് ചെയ്ത് വരുന്ന സമയത്താണ് മഹാഭാരതത്തിൽ ഈ ഒരു ചാപ്റ്റർ വായിക്കേണ്ടായ. അതിൽ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒന്നിനൊന്നും മികച്ച ഭർത്താക്കന്മാർ 5 പേരുണ്ടായിട്ട് പോലും അവരുടെ അവസ്ഥ അവർക്ക് ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരെ രക്ഷിക്കാൻ. അപ്പോൾ ആ ഒരു പോയിൻ്റാണ് സ്ട്രൈക്ക് ചെയ്തത്. എന്തുകൊണ്ടും ഈ ഒരു ഗാനത്തിന് ഏറ്റവും കൂടുതൽ ഉചിതമായത് ഈ ഒരു സിറ്റുവേഷന് ഏറ്റവും കൂടുതൽ ഉചിതമായത് ഈ ഒരു ഗാനമാണ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ കൂടുതൽ ഡിസ്കഷൻസ് എനിക്ക് തോന്നുന്നു ഞാൻ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത്. ഇപ്പം സുമേഷ് ലാൽ അദ്ദേഹമാണ് ഇത് ഡയറക്റ്റ് ചെയ്തത്. ഡാൻസേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡാൻസ് കൊറിയോഗ്രഫി ചെയ്യുന്നവർ എൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ച തീം എന്ന് ചോദിച്ചു. അപ്പം ഐ വാസ് ഹാപ്പി. കാരണം നമ്മൾ എന്താണോ ആ ഗാനത്തിനകത്ത് ഉദ്ദേശിച്ചത് അത് അവർക്ക് ഫീൽ ചെയ്തു. സോ എല്ലാവരുടെയും, കാരണം ആ സ്ത്രീകളെല്ലാവരും ഡാൻസ് ചെയ്ത എല്ലാ നർത്തകികളും അവർക്ക് അതിൻ്റെ ഒരു ഫീൽ മനസ്സിലായതുകൊണ്ട് ദേ കുഡ് ഡു വെൽ. ആൻഡ്
ഇതൊരു സ്ട്രോങ് വോയിസ് ആണ്, ഇതൊരു സ്ട്രോങ് പ്രൊട്ടസ്റ്റാണ് തീർച്ചയായിട്ടും. എന്തെങ്കിലും വി സ്റ്റിൽ നീഡ് ടു ചേഞ്ച് ദ സൊസൈറ്റി എന്നുള്ളത് എപ്പോഴും നമ്മുടെ പല ആൾക്കാരും പറയുന്നത് ഈ സമയത്ത് ഇവിടെ പോകരുത്, അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കരുത്, അല്ലെങ്കിൽ സ്ത്രീകൾ ഇത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യരുതെന്ന് മാത്രം സ്ത്രീകളുടെ അടുത്ത് പറയുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് മാത്രമാണെന്ന്. നല്ല ഫുള്ളായിട്ട് വസ്ത്രം ധരിച്ച ആൾക്കാർ വരെ റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും അത് ഇത് ചെയ്യാനോ ചെയ്യാത്തത് കൊണ്ടോ അല്ല. അങ്ങനെ ചെയ്യുന്ന ഒരു 10% ആൾക്കാരുണ്ടാവും കുറച്ച് ആ സ്റ്റെബിലിറ്റി കിട്ടാത്തവർ. അപ്പോൾ അവരെ ഒന്ന് ബോധവൽക്കരണം ചെയ്യേണ്ടത്, ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യേണ്ടത് പുരുഷന്മാർ തന്നെയാണ്. അപ്പോൾ അവർ വേണം ഇതിനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കാൻ. അല്ല, അത് ആവശ്യമാണ്. കാരണം ആ ഗാനത്തിൻ്റെ അകത്ത് ഇപ്പം ഞാനത് കംപ്ലീറ്റ് പ്രോഗ്രാമിങ് ചെയ്ത് അത് മാറ്റിയെങ്കിലും ഇപ്പം എനിക്ക് ഓരോ ഇൻസ്ട്രുമെൻസിൻ്റെ ടോൺ അതിനൊക്കെ ഒരു എഫക്റ്റ് ഉണ്ട്, അതിനൊക്കെ ഒരു എന്ന് വെച്ചാൽ മ്യൂസിഷ്യൻസ് ആണ് എല്ലാവരും ആർട്ടിസ്റ്റാണ്, എല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ സംഗീതത്തിന് അവരുടെ വാദ്യോപകരണങ്ങൾ തീർച്ചയായിട്ടും കോംപ്ലിമെൻ്റ് ചെയ്യാണ്. അപ്പോൾ അവരുടെ സാന്നിധ്യം വളരെയധികം ആവശ്യമാണ്. അവരും ഇതിൽ ഇൻവോൾവ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം ഈ ഒരു പ്രോജക്റ്റിൽ. അപ്പം ഇപ്പം മൃദംഗം വായിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ടോണ് വളരെയധികം ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. മഹേഷ് മണി അദ്ദേഹമാണ് മൃദംഗം വായിച്ചിരിക്കുന്നത്. വളരെ ഗംഭീരമാണ് അദ്ദേഹം. ഈസ് എ വെരി വെരി ഗുഡ് മ്യൂസിഷ്യൻ. അപ്പം അതുപോലെ പ്രണവ്, ബിട്ടു, പ്രശാന്ത്, അരുൺ ഇവരൊക്കെ എൻ്റെ ബാൻഡിലുള്ള മെമ്പേഴ്സാണ്. ആൻഡ് വി ആർ ഓൾ ഒരു ഫ്രണ്ട്ലി ടീം. സോ എന്തുകൊണ്ടും എൻ്റെ സ്വന്തം എൻ്റെ ആൾക്കാരാണ്, എൻ്റെ കൂടെയുള്ളവരാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടും അവരുടെ ഫേസസ് പ്രോമിനൻ്റ് ആയിട്ട് എല്ലാവരും കാണണം എന്നുള്ളതും കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ.